ഇൻ, ഓൺ, അറ്റ് എന്നത് ചെറിയൊരു പിക്ചറിന്റെ ഒക്കെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. സോ നോ നീഡ് ടു ലേൺ ബൈ ഹാർട്ട്. അപ്പൊ അതിനെ നമ്മൾ എന്തിൽ വന്നു? ഓണിലിട്ടു. ഇനി അറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? അതിനേക്കാളും ചെറുത് വന്നു, സ്പെസിഫിക് ആയി. എന്താ സ്പെസിഫിക് ആയത്? 1 മണി, 2 മണി, 1:30, 2:30, 3:30. It has come against more. So when you just think about in, on, and let the image come to your mind. ജസ്റ്റ് ഇതിന്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതാണോ, തുടർച്ചയുള്ളതാണോ? ഏതാണിത്? തുടർച്ചയായിട്ട് പോകുന്നത്. തുടർച്ചയായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ തുടർച്ചയായിട്ട് തോന്നുന്നേ? ഹായ് എവരിവൺ, ഹൗ യു ഓൾ? വെൽക്കം ടു ഫ്ലുവന്റ് നൗ ഹാപ്പി ലേണിംഗ്. നിങ്ങൾ എല്ലാവരും ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് നമ്മോടൊപ്പം ജസ്വിൻ ഉണ്ട്. ഹായ് ജസ്വിൻ, വെൽക്കം ടു ദ ക്ലാസ്. താങ്ക് യു. എല്ലാവരെയും ഇന്നത്തെ സെഷൻ നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായിട്ട് മാറുന്നതായിരിക്കും. പ്രിപ്പോസിഷൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? പ്രിപ്പോസിഷൻ പലപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ജസ്റ്റിന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പ്രിപ്പോസിഷൻസ് എന്ന് പറയുമ്പോൾ ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്നാണോ, അല്ലെങ്കിൽ എക്സാം ഒക്കെ എഴുതാൻ നേരത്തെ ഇവിടെ എന്താ വേണ്ടേ എന്നൊരു കൺഫ്യൂഷൻ ഒക്കെ ജസ്റ്റിന് വരാറുണ്ടോ? കൺഫ്യൂഷൻ വരാറുണ്ട്. അങ്ങനെയുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് പ്രിപ്പോസിഷനിൽ ചെറിയൊരു ടോപ്പിക് മാത്രമേ ഇന്ന് എടുക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ എല്ലാ പ്രിപ്പോസിഷൻസും പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിലിങ്ങും റൂൾസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ആദ്യം ഒരു സെന്റൻസിലൂടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സെന്റൻസ് നിങ്ങൾ തന്നിട്ടുണ്ട്. ആ സെന്റൻസ് ഒന്ന് ഉറക്കെ വായിച്ച ശേഷം. അവൾ ഇന്നലെ 4 മണിക്ക് അവളുടെ റൂം പെയിന്റ് ചെയ്യുകയായിരുന്നു. അവൾ ഇന്നലെ 4 മണിക്ക് അവളുടെ റൂം പെയിന്റ് ചെയ്യുകയായിരുന്നു എന്നൊരു സെന്റൻസ് വരുമ്പോൾ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും അല്ല പറയുന്നത്. അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് പരിശ്രമിക്കുക? നമുക്ക് പലപ്പോഴും എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാകും. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഷീറ്റ് നിങ്ങൾ കാണുന്നത്. ഇതിനെ ഫോർമേഷൻ ഷീറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഗ്രാമറുകളൊന്നും അത്ര പഠിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇംഗ്ലീഷ് നല്ല രീതിയിൽ എഴുതാനും സംസാരിക്കാനും സാധിക്കും എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിന് ഉതകുന്ന ഒന്നാണ് ഈ ഫോർമേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലാസ്സിൽ കയറുന്നതനുസരിച്ച് നമുക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ദെൻ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് ഓഫ് ദ സെന്റൻസ്. ഈ സെന്റൻസിലെ റൂട്ട് ഏതാണെന്ന് ജസ്റ്റ് പറയാൻ സാധിക്കുമോ? അവൾ ഇന്നലെ 4 മണിക്ക് അവളുടെ റൂം പെയിന്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് റൂട്ട് സെന്റൻസ് ഉണ്ടല്ലോ. പ്രധാനപ്പെട്ട സെന്റൻസ് മീൻസ് വേർഡ്സ് ഇതിൽ ഏതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സബ്ജക്ട് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയുന്നതാണ്, കിങ് എന്ന് പറയുന്നതൊക്കെയാണ് ആ സെന്റൻസ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇതിന്റെ സബ്ജക്ട് എന്നൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ് അതിൽ അവൾ. പിന്നെ ചെയ്യുന്നത് എന്താണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ചെയ്യുകയായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നേ? പെയിന്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലെ? അവൾ പെയിന്റ് ചെയ്യുകയായിരുന്നു. അതാണ് ആ സെന്റൻസിന്റെ നമ്മൾ റൂട്ട് സെന്റൻസ് എന്ന് പറയുന്നത്. ആ റൂട്ട് സെന്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഷീറ്റിലേക്ക് നോക്കിക്കേ. ഫോർമേഷൻ ഷീറ്റിൽ നമ്മൾ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്റൻസ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഏത് സമയത്ത് നടന്നതാണ്. ഏത് സമയം എന്ന് പറഞ്ഞാൽ 6 മണി 7 മണി അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. നമുക്ക് ഓൾറെഡി കഴിഞ്ഞു പോയതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതാണോ, അല്ലെങ്കിൽ വരാൻ പോകുന്നതാണോ, ഏത് സമയത്ത് നടക്കുന്നതാണ്? അവൾ ഇന്നലെ 4 മണിക്ക് അവളുടെ റൂം പെയിന്റ് ചെയ്യുകയായിരുന്നു. മുമ്പേ നടന്നു. കഴിഞ്ഞു പോയി. എങ്ങനെയാണ് മനസ്സിലായത്? കഴിഞ്ഞു പോയി മനസ്സിലായത്? ചെയ്യുകയായിരുന്നു എന്നുണ്ട്. പിന്നെ ഇന്നലെ ഇല്ലേ അവിടെ? ഇന്നലെ ഉണ്ട് അല്ലെ? ഇന്നലെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓൾറെഡി കഴിഞ്ഞു പോയതാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു സമയം മനസ്സിലായി. എന്താ സമയം മനസ്സിലായത്? കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയതാന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ് അല്ലെ? ഓൾറെഡി കഴിഞ്ഞു പോയി. ഇപ്പൊ നടക്കുന്ന പ്രസന്റ് ആണ്, വരാൻ പോകുന്ന ഫ്യൂച്ചർ ആണെന്നൊക്കെ അറിയാം. അതിന് കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് സമയം മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ താഴെ കണ്ടോ സെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? കണ്ടോ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ സെന്റൻസ് കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതാണ് ഈ ഫീൽ ചെയ്യുന്നതിന്റെ ഏതൊക്കെയാണെന്ന് പറയാം. ഇവിടെ താഴെ ഒരു എസ് കിടക്കുന്നുണ്ട്, സി ഡോട്ട് കിടക്കുന്നുണ്ട്, സി ഡോട്ട് കിടക്കുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ, ഷോർട്ട് ഫോം ഓഫ് സിമ്പിൾ. സി ഡോട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ്. സി ഡോട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി. ഇതൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട.
നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഇതിന് വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. ഈ ഫോർമേഷൻ ഷീറ്റ് എങ്ങനെ ഉപയോഗിക്കാം, ഫോർമേഷൻ്റെ ഉപയോഗം എങ്ങനെയാണ്, അത് നമ്മുടെ റൈറ്റിങ്ങിൽ എങ്ങനെ സഹായിക്കും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് തന്നെ 8-ാം തീയതി നമുക്ക് ഫസ്റ്റ് ഒരു ബാച്ച് തുടങ്ങുന്നുണ്ട്, വെക്കേഷൻ ബാച്ച് തുടങ്ങുന്നുണ്ട്. So if you want to know more about the classes, please contact me in the number below given. So ഈ ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ, ഇതിന്റെ സെൻസ് എന്താണ്, ഫീലിംഗ് എന്താണ്, ജസ്റ്റ് ഇതിന്റെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയതാണല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുന്നതാണോ, തുടർച്ചയുള്ളതാണോ, ഏതാണ് ഇത്? തുടർച്ചയായിട്ട് പോകുന്നത്. തുടർച്ചയായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ തുടർച്ചയായിട്ട് തോന്നുന്നേ? ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നില്ലേ, ഒരു തുടർച്ച ഫീൽ ചെയ്യുന്നില്ലേ? ഒരു തുടർച്ച ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ടിന്യൂറ്റി ഫീൽ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്തു, എന്താണ് അത്? കണ്ടിന്യൂറ്റി എന്ന് മനസ്സിലായി. അപ്പൊ 2 കാര്യങ്ങൾ മനസ്സിലായി, 3 കാര്യങ്ങളോട് മനസ്സിലായി അല്ലെ? ആദ്യം മനസ്സിലായത് എന്താണ്? അത് ടൈം, അത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. രണ്ടാമത് നമ്മൾ സെൻസ് എടുത്തു, സെൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ അത് കണ്ടിന്യൂറ്റി ആണെന്ന് മനസ്സിലായി. ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഒരു സാധനം നോക്കി, റാറ്റ് ടെക്നിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. 3ാമത്തെ ടെക്നിക്കാണ് റാറ്റ് ടെക്നിക്ക്. ഈ റാറ്റ് ടെക്നിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ സെന്റൻസ് ഫുള്ളായിട്ട് ഇംഗ്ലീഷിലേക്ക് മാറി കിട്ടും. അതിന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, റൂട്ട് സെന്റൻസ് എന്ന് പറഞ്ഞില്ലേ, അവള് പറഞ്ഞു പെയിന്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? അവളുടെ റൂം എന്ന് വരും. പിന്നെ 4 മണിക്ക് ഇന്നലെ. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കറക്റ്റ് ആയിരിക്കും. ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ആദ്യം എന്താണ് പറയുന്നത്? അവൾ. അവൾ ഇംഗ്ലീഷിൽ എന്താ അവൾ എന്ന് പറയുന്നത്? ഷീ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെയിന്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു. പെയിന്റ് ചെയ്യുകയായിരുന്നു. അപ്പൊ എന്താ വരിക? പെയിന്റ് ചെയ്യുകയായിരുന്നു. വാസ് പെയിന്റിംഗ്. വെരി ഗുഡ്. ദെൻ അവളുടെ റൂം. ഹെർ റൂം. 4 മണിക്ക്. At 4 o'clock. ഇന്നലെ. Yesterday. Wow, it's a big star for you. Let's try to find out. Is it correct? Jason told അവൾ എന്ന് പറഞ്ഞു, ഷീ എന്ന് പറഞ്ഞു, പെയിന്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് വാസ് പെയിന്റിംഗ് എന്ന് പറഞ്ഞു. അവളുടെ റൂം എന്ന് പറഞ്ഞപ്പോൾ ഹെയർ റൂം എന്ന് പറഞ്ഞു. 4 മണിക്ക് at 4 o'clock. ഇന്നലെ yesterday. Are you really surprised? ഇങ്ങനെയാണ് ഇംഗ്ലീഷും മലയാളവും തമ്മിലൊരു കണക്ഷൻ നമ്മൾ കണ്ടെത്തുന്നത്. പലരും പറയും ഇംഗ്ലീഷും മലയാളം തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, അത് നമ്മുടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നൊക്കെ പഠിക്കുമ്പോഴാണ്. അതല്ലാതെ തന്നെ നമ്മുടെ കണക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ് വിത്ത് ഓൾ ദ സെന്റൻസസ്, ലോകത്തെ ഏത് സെന്റൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ രീതിയിൽ മാറ്റാൻ സാധിക്കും. ഓക്കെ ജസ്വിൻ? ഓക്കെ, ലെറ്റ്സ് സീ ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് നോക്കിയേ. ഫോർമേഷൻ ഷീറ്റ് നമ്മൾ എടുത്തു. ഫോർമേഷൻ ഷീറ്റിൽ നമ്മൾ റാറ്റ് ടെക്നിക്ക് എടുത്തു. റാറ്റ് ടെക്നിക്ക് ഇങ്ങനെ നമ്മൾ ഇതിൽ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം എന്താ, നമ്മൾ ഇങ്ങനെ പുറകോട്ട് പോയി. പിന്നെ എന്താ നമ്മളെടുത്ത ടൈം എടുത്തു. ടൈം എടുത്ത് നമ്മൾ എന്ത് മനസ്സിലായി? പാസ്റ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ? പിന്നെ അതിനുശേഷം നമ്മൾ സെൻസ് എടുത്തു. സെൻസ് എടുത്ത് കഴിഞ്ഞ് എന്ത് മനസ്സിലായി? അത് കണ്ടിന്യൂറ്റി എന്ന് മനസ്സിലായി. കാരണം തുടർച്ചയുടെ കൂടെ എന്താണുള്ളത്? വാസ്, പ്ലസ് ing ആണ് വരുന്നത്. അതുകൊണ്ടാണ് വോസ് പെയിന്റിങ് എന്ന് വന്നത്. അവിടെ വാസ് എന്തുകൊണ്ട് വന്നു, വേറെ എന്തുകൊണ്ട് വന്നു എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഇനിയും പല ക്ലാസ്സുകൾ വരുന്നുണ്ട്. സോ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ഔട്ട് ദാറ്റ് വൈ ദിസ് വാസ് ആൻഡ് വേർ ആൻഡ് ദോസ് തിങ്സ്. ഓക്കെ, സോ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ളതല്ല, ഈ സെന്റൻസിൽ നിന്നും വി ആർ ഗോയിങ് ടു ലേൺ എ ബിറ്റ് അബൌട്ട് പ്രിപ്പോസിഷൻസ്. ആൻഡ് ഹിയർ ഇവിടെ അറ്റ് 4 o'clock എന്നാണ് ജസ്വിൻ കണ്ടത് അല്ലെ? എന്തുകൊണ്ട് ജസ്റ്റ് കൂട്ടാ അത് അറ്റ് 4 o'clock എന്ന് പറയുന്നത്? വൈ ഇറ്റ് ഈസ് അറ്റ് 4? എന്താ വെച്ചാല് സമയമായതുകൊണ്ട്. എന്തുകൊണ്ട് അവിടെ ഇന്നും ഓണും വന്നില്ല? അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. പ്രിപ്പോസിഷനിൽ വരുന്ന കൺഫ്യൂഷൻ വരുന്നത് അവിടെയാണ്. എന്തുകൊണ്ട് അവിടെ ഇന്നു വന്നില്ല, എന്തുകൊണ്ട് അവിടെ ഓൺ വന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഫ്യൂ ഓഫ് ദ സെന്റൻസസ് ഹിയർ. Example sentences, and first one, he was born in 1995. Okay, so what is the preposition there given? In is given. Second one, please read. We go to the beach in the summer. In the summer, right? In the summer, right? Next one. The exam is in May. Exam is in May. Okay, next one. We go to the library in the week. We go to the library in the week. Have you seen all these prepositions here? It is with in. And all.
കേട്ടില്ലേ? Yes. The first one 1995 എന്നാണ്, second one summer ആണ്, third one May, and next one is the week, right? രണ്ട് മൂന്ന് എക്സാമ്പിൾ കൂടി നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോകാം. So this one, please read this example. The holiday falls on December 25th. On December 25th. Next one. They have dinner on Sundays. On Sundays. And the next. We usually have lunch at 1 p.m. At 1 p.m. ഇവിടെ നിങ്ങൾ കുറച്ച് ഇന്നും ഓണും അറ്റും കണ്ടു അല്ലെ? സോ ഇത് റൂൾസ് വഴി നമുക്ക് പലപ്പോഴും പഠിക്കാൻ സാധിക്കും. എന്നാൽ റൂൾ അല്ലാതെ രണ്ട് പിക്ചറോ ഒരു മൂന്ന് പിക്ചറോ സർക്കിളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ, ഓൺ, അറ്റ് എന്നത് ചെറിയൊരു പിക്ചറിന്റെ ഒക്കെ സഹായത്തോടെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. സോ നോ നീഡ് ടു ലേൺ ബൈ ഹാർട്ട്. റൂൾസ് ഒന്നും പഠിക്കാതെ നമുക്ക് ചെയ്തു നോക്കാം. ലെറ്റ്സ് ഡ്രോ. ഐ ആം ഗോയിങ് ടു ഡ്രോ എ ബിഗ് സർക്കിൾ ഹിയർ ഫോർ ഇൻ, ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ്സ് അതിനേക്കാൾ കുറച്ചുകൂടി ചെറുത്, ആൻഡ് അറ്റ് വരുമ്പോ വളരെ ചെറുത്, വളരെ മോശമില്ലാത്ത സർക്കിളാന്ന് തോന്നുന്നു അല്ലെ? ഓക്കെ, ദെൻ ഇന്നില് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. ജസ്റ്റ് വി ആർ ഗോയിങ് ബാക്ക് ടു ദ എക്സസൈസ്. എന്തായിരുന്നു എക്സസൈസിലുള്ളത്? We just go back. The first one in 1995 എന്ന് കണ്ടു അല്ലെ? വർഷം കണ്ടു. നെക്സ്റ്റ് വൺ സീസൺ കണ്ടു, മാസം കണ്ടു, വീക്ക് കണ്ടു. ലെറ്റ്സ് റൈറ്റ് ഹിയർ what it is. First one 2024, let it be 2024, ഒരു വർഷമാണ്. അതിനുശേഷം we are seeing the season, let it be summer. We have written there summer. Then we went to month കണ്ടിരുന്നു, let it be May, right? ഒരു മാസം കണ്ടിരുന്നു. Then what did we see? പിന്നെ എന്തായിരുന്നു കണ്ടത്? Weeks. Then week കണ്ടിരുന്നു അല്ലെ? ഇത്രയും കാര്യങ്ങളല്ലേ അവിടെ നമ്മൾ കണ്ടത്. വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ? We have seen the year, then season, then month, then we are seeing Weeks. the week, right? Then we will go back again to the example and see here the second one. The holiday falls on December on Sundays. കണ്ടോ? Yes. അപ്പൊ അവിടെ എന്താ വന്നേ? On 25th December. Then another one, let it be on Sunday. Let it be on Sunday, right? And the last exercise, what was in the last one? At. At 1 p.m. 1 p.m. or 7 p.m. what would be 1 p.m. ഇവിടെയാണ് മാജിക്. Now going to be the magic. By heart ചെയ്യാതെ ഓർത്തിരിക്കാനുള്ള പിക്ചർ ഇത് മാത്രമാണ്. Let's find out. ആദ്യത്തെ ഒരു 2024 ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഷം, 2020 2021 ഏത് വർഷമാകട്ടെ, ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്ര മാസങ്ങളുണ്ട്? 12 മാസങ്ങളുണ്ട്. ഒരു ഡ്യൂറേഷൻ ഉണ്ടോ? നമ്മൾ ആദ്യം പഠിച്ച ഒരു സാധനത്തിന് ഒരു ഡ്യൂറേഷൻ പഠിച്ചില്ലായിരുന്നോ? സിൻസ് ആൻഡ് ഫോർ നമ്മൾ ഒരു ഡ്യൂറേഷൻ പഠിച്ചില്ലായിരുന്നോ? ഒരു ടൈം പീരീഡ് ഉണ്ട്. ലെറ്റ്സ് സീ സമ്മർ. 3-4 മാസം ഉൾക്കൊള്ളുന്ന സമ്മർ അല്ലേ? ആണോ? ഡ്യൂറേഷൻ ഇല്ലേ? ഉണ്ട്, ഡ്യൂറേഷൻ ഉണ്ട്. മെയ് എന്ന് പറയുമ്പോൾ എത്ര ദിവസങ്ങളുണ്ട്? 31 ദിവസങ്ങളുണ്ട് അല്ലെ? വീക്ക് എന്ന് പറയുമ്പോഴോ 7 ഡേയ്സ് ഉണ്ട്. ഒരു ഡ്യൂറേഷൻ കണ്ടോ? ഇങ്ങനെ കുറച്ച് ഡ്യൂറേഷനുള്ള വലിപ്പമുള്ള വലുത് നമ്മൾ നോക്കുമ്പോൾ എന്താ 2024 അല്ലെങ്കിൽ 2020 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വലുതാണ് അല്ലെ വർഷം എന്ന് പറയുമ്പോൾ. അങ്ങനെ വലുതായ സാധനത്തെ നമ്മളെല്ലാം വലിയ സർക്കിളിൽ ഇട്ടു. ഡ്യൂറേഷൻ ഉള്ളതിനെല്ലാം വലിയ സർക്കിളിൽ ഇട്ടു. ആ വലിയ സർക്കിളിന് എന്താണുള്ളത്? ഇന്നാണ്. നിങ്ങളപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഡ്യൂറേഷൻ ഉള്ളതിന്റെ മുമ്പിലെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സമയത്തിന്റെ കൺസെപ്റ്റില് in 2024, in summer, in May, in week എന്നിങ്ങനെ എഴുതാൻ സാധിക്കുന്നതാണ്. എന്നാൽ അടുത്ത കാണുമ്പോൾ എന്താ നോക്കിക്കേ. What is there in the next one? On. നെക്സ്റ്റ് വണ്ണിൽ വരുന്നത് ഓക്കെ 25th December. വലിയ നീളമുണ്ടോ? 7 ദിവസമൊക്കെ ഉണ്ടോ? എത്രയുണ്ട്? ഒരു ദിവസമാണ് അല്ലെ? ഒരു ദിവസമാണ്. സൺഡേ എന്ന് പറയുമ്പോഴോ ഒരു ദിവസമാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, അല്ലെങ്കിൽ 26th February, 14th January or February അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ
ഒരു ദിവസമാണ്. മറ്റതിനേക്കാളും എന്താണ്? കുറച്ച് ചെറുതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്തിൽ വന്നു? ഓണിലിട്ടു. ഇനി അറ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, എന്താണ് സംഭവിക്കുന്നത്? what is going to happen? അതിനേക്കാളും ചെറുത് വന്നു, സ്പെസിഫിക് ആയി. എന്താ സ്പെസിഫിക് ആയത്? 1 മണി, 2 മണി, 1:30, 2:30, 3:30. It has come against mode. So when you just think about in, on, and let the image come to your mind. There is will be coming the next image. It will be easy for you. Let this image into your mind. Bigger one that is in, and the middle one that is on, and smaller one that is at. ദിവസം എന്ന് പറയുമ്പോൾ മിഡിൽ വരും അല്ലെ, ഒന്നേ ഉള്ളൂ. മണിക്കൂറാവുമ്പോൾ ഏറ്റവും ചെറുതിൽ വരും. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തെറ്റ് സംഭവിക്കില്ല. ഇയേഴ്സ്, അത് ഏതെങ്കിലും വർഷമാകട്ടെ, മന്ത്സ്, വീക്സ് ആൻഡ് സീസൺസ്, അതെല്ലാം വരും. ഹിയർ വാട്ട് ഇറ്റ് കം? ഡേറ്റ്, എ പർട്ടിക്കുലർ ഡേ, എ ഡേ. അത് വരുന്നത് ഇതിൽ വരുന്ന ഡിക്ഷനെ ഓണിൽ വരും. ദെൻ ദ ലാസ്റ്റ് വൺ ഇറ്റ്സ് അബൌട്ട് ടൈം. ഏതെങ്കിലും ഒരു പ്രത്യേക സമയം പറയുമ്പോൾ അത് അതിനേക്കാളും ചെറുതാണ്. സോ വാട്ട് വുഡ് ബി ദേ? ദാറ്റ് ഈസ് അറ്റ്. ജസ്റ്റ് മനസ്സിലായോ? ഈസി ആവുന്നുണ്ടോ? ആർ യു റിയലി എക്സൈറ്റഡ്? സോ വെൻ യു ഗെറ്റ് ഇൻ ഈസി വേ, ഇങ്ങനത്തെ ഈസി സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യു വാണ്ട് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലേ? നമ്മുടെ ആശയങ്ങള് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു. യു മൈറ്റ് ഹാവ് ദ ഡിഫറെന്റ് കൺസെപ്റ്റ് വിത്ത് യു ടു ഷോ യു ഹൗ ഈസിലി യു ക്യാൻ മാനേജ് ദിസ് പ്രൊപ്പോസിഷൻസ്, റൈറ്റ്? സോ ഇഫ് യു ഹാവ് സച്ച് ആൻ ഐഡിയ ഇൻ യു, ദെൻ യു വാണ്ട് ടു ഷുവർലി കമന്റ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്യണം. ഇതേപോലെ തന്നെയോ ഇതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനുള്ള മാർഗങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, then you have to do it what? You have to comment it. And this is time. അല്ലെ, പ്രിപ്പോസിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ അടുത്തൊരു എക്സാമ്പിളും കൂടി നോക്കുന്നുണ്ട്. ആ എക്സാമ്പിൾ നോക്കിയിട്ട് ചെറിയൊരു കാര്യം കൂടി നമുക്ക് ചേഞ്ച്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയ ഐഡിയ കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സമയത്തെ കുറിച്ച്. ആ ഐഡിയ എന്ന് പറയുന്നത് ഒരിക്കലും മറന്നു പോകാത്ത ഐഡിയ ആയിരിക്കും, ബൈ ഹാർട്ട് ചെയ്യാത്ത ഐഡിയ ആയിരിക്കും. നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് ആ എക്സാമ്പിളിൽ വരുന്ന ഒരു പ്രപ്പോസിഷൻ കൂടി നമുക്ക് നോക്കാം, ഇതിന് തന്നെ ഉള്ള ബേസ് ചെയ്തുകൊണ്ടുള്ളത്. ഓക്കെ, ഞങ്ങൾ വൈകുന്നേരം 7 മണിക്ക് സിനിമ കാണുകയായിരുന്നു. ഓക്കെ, ജസ്റ്റ് റീഡ് വൺസ് ലൗഡർ. നമുക്ക് വായിച്ചേ. ഞങ്ങൾ വൈകുന്നേരം 7 മണിക്ക് സിനിമ കാണുകയായിരിക്കും. ഓക്കെ, സിനിമ കാണുകയായിരിക്കും അല്ലെ? ഓക്കെ, സിനിമ കാണുകയായിരിക്കും. റൂട്ട് സെന്റൻസ്, ഫൈൻഡ് ഔട്ട് ദ റൂട്ട് സെന്റൻസ്. റൂട്ട് സെന്റൻസ് പ്രധാനപ്പെട്ട ആ സെന്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ട് വേർഡ്സ് കണ്ടുപിടിക്കുക. ഞങ്ങൾ അല്ലെ, ഫസ്റ്റ് വൺ ഞങ്ങൾ. ഞങ്ങൾ എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞങ്ങൾ എന്തായിരിക്കും? സബ്ജക്ട്. അങ്ങനെ സബ്ജക്റ്റ് എന്നല്ല, ഞങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും? സിനിമ കാണുകയായിരിക്കും അല്ലെ? അത് സിനിമയായിരിക്കാം, സീരിയൽ ആയിരിക്കാം, കാർട്ടൂൺ ആയിരിക്കാം, എന്തു ആവട്ടെ. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേർഡ്സ് എന്താണ്? ഞങ്ങൾ കാണുകയായിരിക്കും അല്ലെ? അതല്ലേ പ്രധാനപ്പെട്ടത്. അത് സിനിമയായിരിക്കാം, ചിലപ്പോൾ കാർട്ടൂൺ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾ കാണുകയായിരിക്കും. അതാണ് റൂട്ട് സെന്റൻസ്. നൗ വി വിൽ ഫൈൻഡ് ഔട്ട് ദ ടൈം. വാട്ട് ഈസ് ദ ടൈം? കഴിഞ്ഞു പോയതാണോ? അല്ല, കഴിഞ്ഞു പോയതല്ല. ഉറപ്പാണ്? എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. ഇല്ല, കഴിഞ്ഞു പോയതല്ല. എന്നാൽ ഇപ്പൊ നടക്കുന്നതാണ്. ഇപ്പൊ നടക്കുന്ന സാധനം അല്ല, ഇപ്പൊ നടക്കുന്നില്ല. പിന്നെ എപ്പോഴാണ്? Tell me the when. ഫ്യൂച്ചർ ആണ്, വരാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കി. എന്താണ് കാര്യം മനസ്സിലാക്കിയത്? ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലാക്കി, ടൈം മനസ്സിലാക്കി, ഫ്യൂച്ചർ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ സെൻസ്. ഇപ്പൊ നമുക്ക് സെൻസ് കണ്ടുപിടിക്കണം. സെൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ പറഞ്ഞ്? യെസ്, സി ഡോട്ട് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. S for symbol, C dot for completed, and C dot for continuity. ഇവിടെ എന്തായിരിക്കും? കാണുകയായിരിക്കും. ഏതാണ് സെൻസ്? കണ്ടിന്യൂറ്റി ഉണ്ടോ? തുടർച്ചയുണ്ടോ? ഉറപ്പായിട്ട് തുടർച്ചയുണ്ടാവും. അല്ലെങ്കിൽ സംശയം ഉണ്ടല്ലോ, ഫേസ് കണ്ടിട്ട് സംശയമുള്ള പോലെ ഉണ്ടല്ലോ. ഇല്ല, തുടർച്ചയാണെന്നാണ് ജഷിൻ പറയുന്നത്.
വാട്ട് ഡു യു സേ? നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഭാഗത്ത് നിങ്ങൾ കറക്റ്റ് കമന്റ് ചെയ്യുക. അത് കണ്ടിന്യൂറ്റി ആണോ അല്ലെങ്കിൽ സിമ്പിൾ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക ഏതാണെന്ന്. പോസ് ചെയ്യാം കേട്ടോ, വീഡിയോ ഇപ്പൊ പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യുക. അതിന് ശേഷം തൊട്ട് മുമ്പോട്ട് പോയച്ചാൽ മതി. നമ്മളിവിടെ നോക്കാൻ പോവുകയാണേ. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ. ഞങ്ങൾ കാണുകയായിരുന്നു എന്ന റൂട്ട് സെന്റൻസ് ആണ്. സോ വി വിൽ മേക്ക് എ ഡ്രോ ലൈക്ക് ദാറ്റ്. ആൻഡ് സിനിമ 7 മണിക്ക് വൈകുന്നേരം. ഇതാണ് ഓർഡർ അല്ലേ? സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. ജസ്വിൻ, ആർ യു ഏബിൾ ടു ഫൈൻഡ് ദ ഇംഗ്ലീഷ് സെന്റൻസ്? അതിന് ഇംഗ്ലീഷ് സെന്റൻസ് മാറ്റാൻ കഴിയുമോ? ഞങ്ങൾ പറയൂ. വി. വി വന്നു അല്ലെ? ഞങ്ങൾ വി കാണുകയായിരുന്നു. ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് റൂട്ട് സെന്റൻസ്. കാണുകയായിരുന്നു. കാണുകയായിരിക്കും. സോറി, കാണുകയായിരുന്നു അല്ല, കാണുകയായിരിക്കും. വിൽ ബി വാച്ചിങ്. വിൽ വരുമോ? വിൽ എങ്ങനെയാ വരുന്നേ? ഫ്യൂച്ചർ ആയതുകൊണ്ട്. ഫ്യൂച്ചറില് കണ്ടിന്യൂസ് ആയി നടക്കുന്നതുകൊണ്ട് അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിക്കേ. ഓക്കെ, ഇവിടെ പറഞ്ഞ് സെയിം ആണോ നമുക്ക് നോക്കിയാലോ? 1 second please, give me 1 second. See, we ഞങ്ങൾ ജസ്വിൻ പറഞ്ഞു കാണുകയായിരിക്കും എന്ന് പറഞ്ഞത് വിൽ ബി വാച്ചിങ് സിനിമ. എന്താണ്? മൂവി. ദെൻ പുറകോട്ട് പോവാണ്. അറ്റ് 7 in the evening എന്നോ അല്ലെ അറ്റ് 7 PM എന്നോ നമുക്ക് പറയാം അല്ലെ? വൈകുന്നേരം PM എന്ന് പറയാം അല്ലെ? അറ്റ് PM എന്നോ 7 in the evening എന്നോ പറയാം. ഇതിന് എങ്ങനെയാണ് നമ്മൾ സഹായം കിട്ടിയ റൂട്ട് നോക്കിക്കേ. നമ്മൾ ആദ്യം ടൈം എടുത്തു കഴിഞ്ഞപ്പോൾ ഫ്യൂച്ചർ എന്ന് മനസ്സിലായി. സെൻസ് എടുത്തപ്പോൾ ഫ്യൂച്ചറിലെ കണ്ടിന്യൂറ്റി എന്ന് മനസ്സിലായി. കണ്ടിന്യൂറ്റിയിൽ ഏതാണ്? വിൽ ബി പ്ലസ് V4 ആണ്. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു സാധനമല്ല. നമ്മൾ 2 or 3 പേരുടെ പേര് ഒരു പ്രാവശ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നു പോകുമായിരിക്കും. 3 or 4 പ്രാവശ്യം അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ മറന്നു പോകുമോ? Never we forget. That is the same process here what we are going to follow here. ഇതിൽ ചെയ്യാൻ പോകുന്ന ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഇതും മാത്രമുള്ളൂ. എന്താണ്? നിങ്ങൾ ഈ ഷീറ്റ് 2-3 പ്രാവശ്യം ഷീറ്റ് കണ്ടു കഴിയുമ്പോൾ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് ഉണ്ടോ? ലാസ്റ്റത്തെ വിൽ ബി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ കണ്ടിന്യൂറ്റി, നമ്മൾ പറഞ്ഞ കണ്ടിന്യൂറ്റി. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു സാധനം അല്ല. പിന്നെ എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 or 4 or 5 പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഇംപ്രിന്റ് ഇൻ യുവർസെൽഫ്. നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. അപ്പം ടെൻസിന്റെ ഒന്നും വലിയ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? ഇൻ ദ ഈവനിങ് എന്ന അവിടെ എന്തുകൊണ്ടാണ് ഇന്ന് വന്നേ? ഇൻ ദ ഈവനിങ് അതിൽ ഇന്ന് എന്തുകൊണ്ട് വന്നതാണെന്നാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. സോ ഇൻ ഓർ അറ്റ് തന്നെയാണ് വീണ്ടും നോക്കാൻ പോകുന്നത്. ഓക്കെ ജസ്വിൻ? ഓക്കെ ക്ഷീണമുണ്ടോ? ഇല്ല. നോ. ഓക്കെ, സോ വി ആർ ഫൈൻഡ് ഔട്ട്. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു സൂര്യനെ വരയ്ക്കാൻ പോവാണേ. ജസ്വിൻ വിരോധമില്ലല്ലോ സൂര്യനെ വരയ്ക്കുന്നതില്? ഒരു സൂര്യനെ വരച്ചു. ആദ്യത്തെ ഒരു സൂര്യനെ വരച്ചു. ഈ സൂര്യനെ എപ്പോഴൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? രാവിലെ കാണാൻ സാധിക്കും. മോർണിംഗ്. എന്റെ കളർ ഒന്ന് മാറ്റാനാണ് നോക്കുന്നത്. ഓക്കെ, മോർണിംഗിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഉച്ചയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവന് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതുന്നില്ല. നമുക്ക് വേറെ സ്ഥലത്ത് നമുക്ക് എഴുതി നോക്കാം. പിന്നെ എപ്പോഴാണ് കാണാൻ സാധിക്കും? വൈകുന്നേരം ഈവനിങ്ങിൽ കാണാൻ സാധിക്കും. മോർണിംഗിൽ കാണും, ഈവനിങ് കാണും. പിന്നെ ആഫ്റ്റർനൂൺ കാണാൻ സാധിക്കില്ലേ? ആഫ്റ്റർനൂൺ കാണാൻ സാധിക്കും നമ്മൾ സൂര്യനെ കാണുന്ന സമയത്ത്. എന്നാൽ നൂണെന്ന് പറഞ്ഞില്ലേ, ആ നൂണിന് ചെറിയൊരു വ്യത്യാസം വരും. കാരണം ഇംഗ്ലീഷ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതൊക്കെ നിയമം വന്നാലും ഏതൊക്കെ ടെക്നിക്ക് വന്നാലും അതിൽ ചെറിയൊരു എക്സെപ്ഷൻ കേസ് ഉണ്ടാവും അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വന്നേച്ചാൽ മതി. സൂര്യനെ ഓർക്കുക. സൂര്യനെ കാണുന്ന ഉച്ചയ്ക്കൊഴികെ സൂര്യനെ കാണുന്ന സമയങ്ങളില് നമുക്ക് എന്തുപയോഗിക്കാം? ഇന്ന് ഉപയോഗിക്കാം. In the morning, in the afternoon, then in the evening, അങ്ങനെ ഇന്ന് ഉപയോഗിക്കാം. അപ്പൊ നൈറ്റ് എന്താ പ്രശ്നം? നൈറ്റിൽ നമ്മൾ ആരെയാ കാണുന്നേ? ഒരു ചന്ദ്രനെ എന്ന് വരച്ചല്ലേ അല്ലെ? ഓക്കെ, നൈറ്റിൽ ആരെയാ കാണുന്നേ? മൂണിനെ കാണുന്നുണ്ട്. അപ്പം മൂണിനെ ഒന്ന് വരച്ച് നോക്കിയാലോ? 1 second. ഓക്കെ, മൂന്ന് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടല്ലേ? ഓക്കെ. ആ മൂന്നിന് വരുമ്പം മൂന്നിനെ എപ്പോഴാ കാണുന്നേ? രാത്രി. അപ്പം നൈറ്റില് നമ്മൾ എന്ത് പറയും?
അറ്റ് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ നൈറ്റിൽ അറ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വേറെ ഒന്ന് ഉപയോഗിക്കുന്നത് ഏതാണെന്നറിയോ? നൂണും ഏതിൻ്റെ കൂടെയായിരിക്കും? അറ്റിൻ്റെ കൂടെയായിരിക്കും ഉപയോഗിക്കുന്നത്. ഒരു എക്സെപ്ഷൻ ഓർത്തിരുന്ന് വെച്ചാൽ മതി. നൂൺ ഏതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്? അറ്റിൻ്റെ കൂടെ ഉപയോഗിക്കും. ബാക്കിയെല്ലാം നമ്മൾ ഇൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കോ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയോ. ഇവിടെ സൂര്യനുണ്ട്, സൂര്യനുള്ളിൽ വരുന്ന ഇവിടെ മൂണുണ്ട്. ലെറ്റ്സ് സീ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് എന്ന് പറയുന്നത് എന്തിലായിരിക്കും? ഇന്നിലായിരിക്കും. നൈറ്റ് എന്ന് പറയുന്നത് അറ്റ് എന്ന് പറഞ്ഞാലാണ് ചന്ദ്രൻ അല്ലെ? ചന്ദ്രൻ അച്ചിലായിരിക്കും. അവിടെ നൂൺ എന്ന് പറയുന്ന മാത്രം ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇത്രയും പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് പോകുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു പിക്ചർ മനസ്സിലേക്ക് പോകുന്നുണ്ടോ? ഓക്കെ, സോ ലെറ്റ്സ് റിവൈസ്. എന്താ എന്ന് പറഞ്ഞത്? നമ്മള് ഇൻ, ഓൺ, അറ്റ് എന്ന പ്രിപ്പോസിഷൻസിനെ പറ്റിയാണ് പറഞ്ഞത്. ആ പ്രിപ്പോസിഷന്റെ നമ്മൾ 3 പിക്ചർ മാത്രം മനസ്സിലേക്ക് വരിക. വെൻ വി ആർ ഡിസ്കസ് അബൌട്ട് ദ ടൈം, ദാറ്റ് ഈസ് വർഷമാണെങ്കിലും സീസൺ ആണെങ്കിലും ഡ്യൂറേഷൻ ഉള്ളത് അല്ലെ? ജസ്റ്റ് പറഞ്ഞ ഏതൊക്കെയാണ്? ജസ്റ്റ് പറഞ്ഞ കമാൺ. ഡ്യൂറേഷൻ ഉള്ളത് ഏതൊക്കെയായിരുന്നു? ഡ്യൂറേഷൻ ഉള്ളത് ഇയേഴ്സ്. ഓക്കെ, 2020. എനി ഇയർ. കമാൺ. വേറെ വീക്സ്, മന്ത്സ്, സീസൺ പറഞ്ഞില്ലായിരുന്നോ അല്ലെ? സമ്മർ, വിന്റർ, അതിന് ഡ്യൂറേഷൻ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഇൻ എന്ന വലിയ പിക്ചറിൽ വരുന്നു. അതിന്റെ മിഡിൽ പിക്ചറിൽ ഏതാ വരുന്നത്? 5th March. ഏതെങ്കിലും ദിവസം അല്ലെ? ദിവസം വരുന്നു. ഒന്ന് വരുന്നു, ദിവസം വരുന്നു. അല്ലെങ്കിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്ന് പറയുന്നു. അവസാനത്തെ ചെറിയ അച്ചിൽ എന്താ വരുന്നേ? അച്ചിൽ എന്ത് വരുന്നു? സമയം വരുന്നു. വളരെ ചെറുതായി അല്ലെ? അതിനേക്കാളും ചെറുതായി. പിന്നെ രണ്ടാമത്തെ കൺസെപ്റ്റ് നോക്കിയത് ഏതായിരുന്നു? സൂര്യനെ കാണുന്നതും സൂര്യനെ കാണാത്തതും. സൂര്യനെ കാണുന്ന സമയങ്ങളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇൻ ഉപയോഗിക്കുന്നു. അല്ലാതെ നമ്മൾ നൈറ്റ് എന്ത് ഉപയോഗിക്കുന്നു? അറ്റ് ഉപയോഗിക്കുന്നു. പിന്നെ അതിന്റെ എക്സെപ്ഷൻ കേസ് ഏതാണ്? നൂണാണ്. നൂൺ എന്ന് പറയാൻ കാരണം എന്താണ്? നൂൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സമയമാണ്. നമ്മുടെ ആദ്യത്തെ ഈ മുകളിലത്തെ ഒരു അറ്റ് പറഞ്ഞില്ല, 5 o'clock എന്നൊക്കെ പറഞ്ഞ ഒരു അറ്റ് പറഞ്ഞില്ലായിരുന്നോ? ഈ 5 o'clock എന്ന് പറഞ്ഞ അറ്റ് പറഞ്ഞ അതേ ഒരു കൺസെപ്റ്റ് ആണ് നൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഷാർപ്പ് ടൈം, 12 മണി എന്ന് പറയുന്നതാണ് ഷാർപ്പ് ടൈമാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? അറ്റ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഇൻ ദ നൈറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു പ്രയോഗമുണ്ട്. അത് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇൻസിഡന്റിലേക്ക്, ഏത് സംഭവത്തെയൊക്കെ പറയാൻ വേണ്ടി ഇന്നലെ രാത്രി എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ് നൈറ്റ് ആണ്. ഓക്കെ, സോ ഈ ക്ലാസ് ഹൗ ഡിഡ് യു ഫീൽ ജസ്വി ഇൻ ദിസ് ക്ലാസ്? വളരെ ഷോർട്ടാണ് ഞാൻ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഷോർട്ട് സെഷൻ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ജസ്വിനെ? യൂസ്ഫുൾ ആണോ? സംസാരിക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമോ? അപ്പം ഇറ്റ്സ് ഷുവർ ഫോർ യു ദാറ്റ് നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പല കുട്ടികളുടെയും പ്രശ്നം അത് ഓർത്തിരിക്കുക. എങ്ങനെ ഓർത്തിരിക്കും? എത്ര റൂൾസ് ഉണ്ട് എന്നൊക്കെ ഉള്ളതാണ്. നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഓർത്തിരിക്കും അല്ലെ? കാരണം എന്താണ്? ഇമേജ്. നമ്മുടെ ബ്രെയിനിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജ് ആണ്. സോ നമ്മൾ ഇമേജിലൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. സോ once again I tell you that it will be easy for you to get into our live session എന്ന് പറയുന്നത് ഈ ഏപ്രിൽ മാസം 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ബേസ്, ഇംഗ്ലീഷ് ബേസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ വി ഹാവ് ഗോട്ട് ഡിബേറ്റ്, ഡിസ്കഷൻ, ദെൻ കോൺവെർസേഷൻ പ്രാക്ടീസ്. അങ്ങനെ വ്യത്യസ്തമായ ലൈവ് പാർട്ട്നേഴ്സിനെ കിട്ടി നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു സിംഗിൾ ട്രെയിനർ അല്ലായിരിക്കും, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാകുന്നത്. കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം നടക്കേണ്ട ഒന്നല്ല, വാട്സപ്പിലൂടെ മാത്രം നടക്കേണ്ട ഒന്നല്ല. അതെന്തായിരിക്കണം? നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്തുന്ന, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളർത്തുന്ന, നിങ്ങളുടെ പേഴ്സണാലിറ്റി വളർത്തുന്ന. ഇഫ് യു വാണ്ട് ഇംപ്രൂവ് യുവർ പേഴ്സണാലിറ്റി, യുവർ സ്കിൽ ആൻഡ് ഓൾ, you will not be able to improve this in a single person. നിങ്ങളൊരു ഗ്രൂപ്പിനോട് സംസാരിക്കണം. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഫ്ലുവന്റ് നൗ നൽകുന്നത്. സോ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ. ദിസ് ഈസ് ജിൻസ് ഫ്രം ഫ്ലുവന്റ് നൗ. ഹാപ്പി ലേൺ.